മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 18 ചൊവ്വ. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഇനിയുള്ള ദിവസങ്ങളിൽ വേനൽമഴ തുടരാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇടിമിന്നൽ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷമാണ് മഴയ്ക്കുള്ള സാധ്യത. എല്ലാ ജില്ലകളിലും പ്രത്യേക ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് പലയിടത്തായിട്ടും ഇടിമിന്നലോട് കൂടിയ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട്. തുടക്കത്തിൽ തെക്കൻ ജില്ലകളിലും തുടർന്ന് വടക്കൻ ജില്ലകളിലും മഴ ലഭിച്ചേക്കാം. അതേസമയം ചൂടിനൊപ്പം UV സൂചിക വരുന്നതിനാൽ പ്രത്യേക ജാഗ്രത തുടരണം. ഇടുക്കിയിൽ ഇന്നലെ ഏറ്റവും ഉയർന്ന UV സൂചികയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാഘാതത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അടുത്ത അറിയിപ്പ്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന എല്ലാവർക്കും സൗജന്യ സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് 2018 മോഡി സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ്. കഴിഞ്ഞ വർഷമായിരുന്നു 70 വയസ്സ് കഴിഞ്ഞവർക്ക് വരുമാനം കണക്കിലാക്കാതെ പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിൽ ഇപ്പോൾ മാറ്റം വരുത്താനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിന്റെ പ്രായപരിധി 70 നിന്ന് 60 വയസ്സായി കുറക്കാനും കവറേജ് ഒരു കുടുംബത്തിന് 10 ലക്ഷമായി ഉയർത്താനുമാണ് ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടിയുള്ള പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. ജനസംഖ്യയിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള 40% പേർക്ക് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതായിരുന്നു പദ്ധതി. എന്നാൽ കഴിഞ്ഞ വർഷം വരുമാനം കണക്കിലെടുക്കാതെ 7 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള നടപടി ആരംഭിച്ചു. പദ്ധതി കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രായപരിധി 60 വയസ്സ് ആയി കുറക്കാനായി ശുപാർശ ചെയ്തിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, മാർച്ച് മാസത്തിലെ അവസാന ആഴ്ചയിൽ കൃത്യമായി ബാങ്ക് ഇടപാടുകൾ മുടങ്ങുന്നതായിരിക്കും. തുടർച്ചയായി 4 ദിവസങ്ങളിലായിരിക്കും ഇടപാടുകൾ നടക്കാത്ത സ്ഥിതി ഉണ്ടാവുക. മാർച്ച് 24 തിങ്കളാഴ്ച, 25 ചൊവ്വാഴ്ച, ഈ ദിവസങ്ങളിൽ പണിമുടക്കിന് ഒരുങ്ങുകയാണ് ബാങ്ക് ജീവനക്കാരുടെ സംഘടന. മാർച്ച് 22 നാലാം ശനിയും മാർച്ച് 23 ഞായറുമായതിനാൽ ചുരുക്കത്തിൽ 4 ദിവസം ബാങ്ക് അടഞ്ഞു കിടക്കുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷനാണ് ഇനി സംസ്ഥാനത്ത് വിതരണം ചെയ്യാനുള്ളത്. മാർച്ച് മാസത്തിൽ 1600 രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക. കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്രം കേരളത്തിന് 12,000 കോടി രൂപ കടമെടുക്കുവാനുള്ള അനുമതി നൽകിയത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാൻ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് സർക്കാർ 1000 കോടി രൂപയും കൂടി കടമെടുക്കുകയാണ്. സർക്കാർ 9% പലിശ നിരക്കിലാണ് 1000 കോടി രൂപ കടമെടുക്കാൻ നിർദ്ദേശിക്കുന്നത്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുവാനാണ് 1000 കോടി രൂപ കടമെടുക്കുന്നത്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഉറപ്പായിരിക്കുകയാണ്. മാർച്ചിൽ റംസാനും പെരുന്നാളും ഒക്കെ വരുന്നതിനാൽ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുവാനൊക്കെ സാധ്യതയുണ്ട്. മാർച്ച് 20-നും 25-നും ഒക്കെ ഇടയ്ക്ക് വിതരണം ആരംഭിച്ചേക്കാം. കുതിക്കുകയാണ്. പവന് 320 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില 66,000 എന്ന സർവകാല റെക്കോർഡിലേക്കെത്തി. ഗ്രാമിന് 40 രൂപ കൂടി 8,250 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. മാർച്ച് മാസത്തിൽ ഇത് 2ാം തവണയാണ് സ്വർണ്ണവിലയിൽ വലിയ ഉയർച്ചയുണ്ടാകുന്നത്. ഇതിനു മുൻപ് മാർച്ച് 14-ന് രേഖപ്പെടുത്തിയ 65,840 രൂപയായിരുന്നു ഈ മാസത്തെ ഉയർന്ന വില. ഇതോടെ ജ്വല്ലറികളിൽ പോയി 1 പവൻ സ്വർണമെടുക്കാൻ 70,000-ഓളം രൂപ വേണ്ടിവരുന്ന അവസ്ഥയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.